വിശ്വസിക്കില്ല. ഈ സ്ഥലത്ത് എന്തായാലും ഞാൻ പോയിരിക്കും, കൊണ്ടുപോയിരിക്കും. വയറ്റിന്ന് സൗണ്ട് കേൾക്കാൻ തുടങ്ങി വിശന്നിട്ട്. ഇവിടെ നിന്നാണെങ്കിൽ ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബസ്സുള്ളൂ. ഞങ്ങളൊരു പട്ടിക്കാട്ടിൽ പെട്ടുപോയി. ഇപ്പൊ ഒരു ബൈക്ക് വരുന്നുണ്ട്. വ്ലോഗിങ് പൈസ മേടിച്ചിട്ട് കള്ളം പറയണ ഗൈസ്, നമ്മളിപ്പോ പോണത് ലക്ഷ്മീനെ ആഹൻ കറക്കാൻ വേണ്ടിട്ട് പോണേണ്. നീ ത്രിൽഡ് ആണോ, സർപ്രൈസ്ഡ് ആണോ, എക്സൈറ്റഡ് ആണോ, എന്താണ് ഇപ്പൊ നിനക്ക് ഫീൽ ചെയ്യുന്നത്? ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മിണ്ടാൻ പറ്റുന്നില്ല. സ്ഥലമൊക്കെ ഇതുവരെയുള്ള സ്ഥലം അടിപൊളിയായിട്ട് ഞാൻ കാട്ടിയിട്ടുണ്ട്. ഇനി പോണ സ്ഥലമാണ് ഏറ്റവും മെയിൻ. അതുകൊണ്ടാണ് വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചത്. ഇനി പോണ സ്ഥലം ഏതാ? ഡ്യൂറൻ അല്ല. ഗൈസ്, ഇതാണ് കുഴപ്പം. ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം, ഐഫൽ എന്ന് പറഞ്ഞൊരു ലേക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണേണ്. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. നീ ഭയങ്കര ഭാഗ്യമുണ്ടോ? എന്റെ ഭാഗ്യല്ലേ വരാൻ തോന്നിയത്. അതാ പെട്ടെന്ന് തോന്നിയതാ. അങ്ങനെ എന്നത്തെ പോലെ ട്രെയിൻ ഫ്രണ്ടിരുന്ന ട്രെയിൻ വിട്ടുപോയി. വൈകിയതൊന്നല്ല, ഞങ്ങൾ കണ്ടിട്ടും കേറാണ്ടിരുന്ന്. അങ്ങനെ അത് വിട്ടുപോയി. ആ സ്നിക്കേഴ്സ് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ആ ട്രെയിൻ പോയി. ഇനിയിപ്പോൾ നമ്മൾ ബസ് പിടിച്ച് അവിടെ എത്തണം. വീണ്ടും ലേറ്റ് ആവും. അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഇരുട്ടാവും കൂട്ടാ. എന്തുവാടെ എനിക്കറിയൂടാ, സ്ഥലം കാണാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ സ്നിക്കേഴ്സ് കൊള്ളാം. ഗൈസ്, ഞങ്ങൾ ബസ് സ്റ്റോപ്പ് എത്തി. വിവരമില്ലാത്തുള്ള കൂടിയാണ് ഞാൻ വന്നത്. സ്നിക്കേഴ്സ് പിടിച്ചോണ്ടിരിക്കണ ട്രെയിൻ. ഗൈസ്, ഇത് ആഹനല്ല, ഇത് ഡ്യൂറനാ. ഗൈസ്, നമ്മളിപ്പോ എന്റെ അങ്കിള്, ഗൈസ് എന്റെ അങ്കിള് ഹായ് പറ. കേട്ടല്ലോ ഗൈസ്, ഞങ്ങളിപ്പോ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കണേണ്. ഞങ്ങളുടെ ബസ് ഭയങ്കരമായിട്ട് ലേറ്റ് ആയി. അപ്പൊ ഫുഡ് വാങ്ങിക്കാൻ കയറി. എല്ലാം ലക്ഷ്മിയുടെ കഴിവ്. കാരണം അവൾ ഒരു ട്രെയിൻ വിട്ടുപോയത് കൊണ്ട് നമുക്കിനി സ്ഥലത്ത് എത്താൻ പറ്റില്ല. ഈ സൂപ്പർ മാർക്കറ്റ് കറങ്ങേണ്ട അവസ്ഥയായി. തീറ്റയാണ് മെയിൻ അല്ലേ അമ്മൂസേ? അമ്മൂസിന് എന്റെ ചാനലിനെ പറ്റി എന്താ പറയാനുള്ളത്? എന്നെ പറ്റി അയ്യോ, നീ പോയി. ഒന്നൂടെ എന്നെ പറ്റി പറയാ. പൊക്കി പറ. ജർമ്മനിക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ വ്ലോഗ് കണ്ടാൽ എല്ലാം മനസ്സിലാവും. പക്ഷെ നീ അതിൽ പൈസ മേടിച്ചിട്ട് കള്ളം പറയണെന്ന് കറക്കം. ഇല്ല ഗൈസ്, ഞാൻ ഉള്ളതാണ് ഇടണത്. എത്ര ഇൻഫോർമേഷൻസ് ആണ് ഞാൻ പാസ് ചെയ്യണത് എന്റെ ഇൻസ്റ്റയിൽ കൂടെ ആയാലും. ഞാൻ പറഞ്ഞില്ല, എന്റെ കൂട്ടുകാരന് വരാൻ വേണ്ടി നിന്നോട് ചോദിച്ചപ്പോ നീ പറഞ്ഞല്ലോ അതും വിശ്വസിച്ച് വന്നാൽ പൈസ പോകത്തേ ഉള്ളൂ. ഞാൻ പൈസ ശരിയാ ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മുടെ ട്രെയിൻ വന്നോ. കൊള്ളാല്ലേ ആഹനീത്ത? നിങ്ങളുടെ കാൾസ് ട്രെയിനേക്കാൾ അടിപൊളിയല്ലേ? പറ നിങ്ങല്ലേ കുറച്ച് പറഞ്ഞത്. ഇത് വണ്ടിയല്ലല്ലോ. ആ വണ്ടിക്കകത്ത് വീട് വെച്ചേക്കണ്. എനിക്ക് തോന്നണ ഇത് കുറച്ചുകൂടി പാവപ്പെട്ടവരുടെ സ്ഥലമായിരുന്നു. അതെ, സാധാരണ എടി ഫുള്ള് മലമുകളൊക്കെ എത്തിട്ടോ. ഇത് വേറൊരു സ്ഥലം. കൊള്ളാം. ഞാനൊരു സർപ്രൈസ് ഗൈസ്, ഒരു സർപ്രൈസ് ഉണ്ട് ഈ വീഡിയോ അല്ല, ഒരു 2 വീഡിയോ കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സർപ്രൈസ് എന്താണെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മളിപ്പോ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. പക്ഷെ എത്താറായിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്. പക്ഷെ ഇത്ര നേരം ഭയങ്കര വെയിലായിരുന്നു. ഇവിടെ വെയിലടിച്ചുകൊണ്ടിരിക്കണായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വെയിൽ പോയി. സൺകിസ്റ്റ് വീഡിയോ എടുക്കാൻ പോയതാണ്. പക്ഷെ കുറച്ചെടുത്ത് ഇപ്പൊ ഇത്തിരി ബ്രൗൺ. ഇത് എന്റെ റിഫ്ലക്ഷനാ കാണുന്നത്. അതാണ് ഇത് ഇറങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുക്കാതാ നല്ലത്. നല്ല രസമുണ്ടേ, നല്ല രസമുണ്ട്. ഇതങ്ങനെ നമ്മളിപ്പോ നിക്കുന്നത്. പക്ഷെ ഇവിടെ അടുത്ത ഗൈസ്, മിക്കവാറും ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കും. കാരണം ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നില്ല. എൻജോയ് ചെയ്തു ഭയങ്കരമായിട്ട്. ഇത് വന്ന ലക്ഷണമില്ല. എനിക്ക് തോന്നണം നമുക്ക് തടസ്സമുണ്ട് അവിടെ എത്താൻ.
കാരണം ഞങ്ങൾ ഡ്യൂറനിൽ വെച്ച് ഫ്രണ്ടിൽ നിർണയിച്ച ട്രെയിൻ വെറുതെ മിസ്സാക്കി കളഞ്ഞ്. ഇവിടെ വെച്ച് ഫ്രണ്ടിൽ കൂടെ പോയ ബസ് ഞങ്ങൾ കേറാണ്ട് വിട്ട് കളഞ്ഞ്. അത് ഞങ്ങൾക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? അല്ല, എന്തോ തടസ്സം അവിടെ വരാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തോ തടസ്സം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോവാൻ പറ്റാത്തത്. പക്ഷെ പോണ വഴി നല്ലതായിരുന്നു. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ച്, ബസ് വെയിറ്റ് ചെയ്തിരുന്നാലും ഞങ്ങൾക്ക് ഇന്ന് എത്താൻ പറ്റില്ല. കാരണം ഞങ്ങൾ ബസ് വന്നാൽ കയറൂല, ഒന്നല്ലെങ്കിൽ ബസ് ക്യാൻസൽ ആക്കും. അതുകൊണ്ട് ഞങ്ങൾ നടന്ന് പോവാൻ തീരുമാനിച്ചു. നടന്നു പോവാം ഗൈസ്. ഞങ്ങൾ ഇനി ട്രക്കിംഗ് തുടങ്ങി, എക്സ്പ്ലോർ ചെയ്യാൻ പോണാണ് ഈ സ്ഥലം. എന്നെ വന്നപ്പോ തൊട്ട് കഷ്ടപ്പെടുത്തുവാണല്ലേ ദൈവമേ. ഇത് കഷ്ടപ്പെടുത്തലാണ്. അല്ലല്ല, നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നതാ. എൻജോയ് ചെയ്തിട്ട് നടന്നോളൂ. ബാ. എന്തൊക്കെയോ നമ്മള് നടക്കുമ്പോഴേക്കും ബാക്കില് ബസ് വന്നോല്ലേ. പക്ഷേ പറ്റത്തില്ല. സ്ഥലം കാണാൻ നല്ലതാ. സ്ഥലം കണ്ടു നടക്ക്, എത്തിയാലെത്തി. ഇത് കണ്ടോ, ഫുള്ള് മലമുകള്. നമ്മൾ നടക്കുന്ന റോഡിലൂടെ കേട്ടോ. നമ്മൾ എന്നൊരു സത്യം കാറ് വന്നിടിച്ച് രണ്ടെണ്ണം ഇരിക്കണം. പോണ വഴി ഇതത് കണ്ടോ, ആ ഒരു വഴി കണ്ട് അങ്ങോട്ടേക്ക് പോവാൻ നേരത്തി. ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അയ്യോ, ലൈവ് അല്ല, തട്ടിക്കൊണ്ട് പോയാൽ ആരറിയാനാ. സ്റ്റോപ്പില് കുറച്ച് മലയാളികൾ ഞങ്ങളെ കണ്ടിട്ടുണ്ട്. മലയല്ല, ബസ് വരുമോ? ഞങ്ങളൊരു കാര്യം പറയട്ടെ, സർപ്രൈസ്. ഞങ്ങള് ബസ് കയറി പോണുള്ളൂന്ന്. എനിക്ക് തോന്നണ് ബസ് കയറി പോണതായിരിക്കും നല്ലത്. എനിക്ക് തോന്നണ് ബസ് കയറി പോവാം. 3 കിലോമീറ്റർ ഞങ്ങൾ നടന്നാല് അവിടെ എത്തുമ്പോ ഇരുട്ടാവും. നമ്മൾ കാണാൻ വന്ന സ്ഥലം കാണാണ്ട് പോരുതല്ലോ. നിങ്ങൾക്ക് ഇന്നെങ്കിലും ഒരു സ്ഥലം കാണിക്കണ്ടേ? എപ്പ ട്രാവൽ വ്ലോഗ് എടുത്താലും ഞാൻ പോണത് പറഞ്ഞ സ്ഥലത്തായിരിക്കില്ല. ഈ സ്ഥലത്ത് എന്തായാലും ഞാൻ പോയിരിക്കും, കൊണ്ടുപോയിരിക്കും എല്ലാരും. ഗൈസ്, പഴയ തുണിയൊക്കെ ഇടുന്ന സ്ഥല. തുണി ഇടാം, ബാഗ് ഇടാം, ചെരുപ്പിടാം. ആ അതെ, കുപ്പികളൊന്നും ഇടരുത്. എന്നിട്ട് അത് പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരിക്കും. ഗൈസ്, ഞങ്ങൾ നടന്ന് ഒരു ബസ് സ്റ്റോപ്പ് എത്താറായി. നെറ്റുണ്ട് ഇവിടെ. പോണെന്ന് എനിക്ക് തോന്നണേ ഇതിലും റിവറിന്റെ സൈഡിലോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കണത്. വ്യൂ ആയിരിക്കും. ഏതൊരു വ്യൂ കാണാൻ വേണ്ടിട്ട് പോണേണ്. അമ്മ ദാ ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ ഫുള്ളും നമ്മള് ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊറേ ബൈക്കൊക്കെ കാണുന്നത് അല്ലേ. ഇപ്പൊ ഒരു ബൈക്ക് വരുന്നുണ്ട്. വ്ളോഗിങ് വേറെന്താ പുള്ളി വിചാരിച്ച് പുള്ളിയുടെ വീഡിയോ എടുക്കണമെന്ന് ഞങ്ങൾ വ്ളോഗ് ചെയ്യണമായിരുന്നു. കഴിച്ചു എനിക്ക് പാവനെ കണ്ടിട്ടാ ചെയ്യാറ്. പാവനത്തരോ ചോദിക്കാം. നല്ല സ്ഥലോട്ടത്. പാലം പിന്നെ നല്ല പാലം, കാറ്റും. ഓവറായിട്ട് തണുപ്പ് തോന്നണില്ല. ജാക്കറ്റ് കൊണ്ട് ഇട്ടേക്കുന്നത് ഓവറായിട്ട് തണുപ്പ് തോന്നണില്ല. എന്ത് കണ്ടാലും എടുത്ത് ലോക്ക് എടുത്തിടും പേരെഴുതിയിട്ട്. ശരിക്കും ബോട്ടിന്റെ ഇതൊക്കെ ഒരു സ്ഥലമാണ്. ആക്ടിവിറ്റി ഗൈസ്, ഇത്രയും ദൂരം വന്നിട്ട് ഊനാലാടിക്കൊണ്ടിരിക്കണ റൈഡിങ്ങിലാണ് ഗൈസ്. അയ്യോ, തളറാണ് ഫോൺ നോക്കുമ്പോ. ഇവിടെ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിലുള്ള സ്ഥലത്തിൽ കയറാൻ. അത് ഇച്ചിരി റിസ്കിയാണ്. റിസ്കി ഷോട്ട്സ് ഞാൻ എടുക്കാറില്ല, അതുകൊണ്ട് ഞാനത് വീഡിയോ എടുക്കണില്ല. വയലൻസ് ആവും. റിസ്കി ഷോട്ട്സ് കിട്ടിയാല് ഞങ്ങൾ ഇതിലിടില്ല. എനിക്ക് പറയാം.
ഇറങ്ങണത് കിട്ടിയില്ല, പക്ഷെ അടുത്താണ് ഇറങ്ങണത് കിട്ടും. കമോൺ ഇവിടെ വെക്കാല്ലേ. വയറ്റിന്ന് സൗണ്ട് കേൾക്കാൻ തുടങ്ങി കൈസ്. വിശന്നിട്ട് ഇവിടെ നിന്നാണെങ്കിൽ ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബസ്സുള്ളൂ. ഞങ്ങളൊരു പട്ടിക്കാട്ടില് പെട്ടുപോയി. രാവിലെ ദോശ ഇതും കഴിച്ചു. പട്ടിക്കാട്ടിലായി പോയി ഗൈസ്. ഇനി ശരിക്കും ലിഫ്റ്റ് ചോദിച്ചാല് തരുവോ? ചോദിക്കണോ? നാളെ കിടും. സോ വയറ്റിന് സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അവര് എന്തോ പാർക്ക് ചെയ്യാൻ പോണേണ്. ലൈഫല്ലേ സ്വന്തം വണ്ടി പോലെ കാല് വെച്ചിട്ട് കാഴ്ചയെ കണ്ടോളക്കണേ. പറ്റുമോ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഇത്രയും വലിയ വണ്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? പോലെ സൗകര്യം ഞങ്ങൾക്ക് വേറെ കിട്ടാനില്ല. അത്രയും ഫ്രീഡം. സൗണ്ട് ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല.